कौन है तू? उड़ीसा के यहाँ क्यों आया केरला में? गाड़ी में जाओ। ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ നിന്നും കഴിഞ്ഞ 25-ാം തീയതി മിസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയെ, 12 വയസ്സാണ് പ്രായം, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു. ആ കുട്ടിയെ നമ്മൾ ഇന്നലെ പൂനെയിൽ വെച്ച് കസ്റ്റഡിയിലെടുത്ത് നാട്ടിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 25-ാം തീയതി ആയിരുന്നു ഈ കുട്ടി വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടത്. വെറും 12 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയായതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷനാണ് ഈ കേസിൽ നടന്നത്. അന്ന് തന്നെ രാത്രി കേസ് രജിസ്റ്റർ ചെയ്തു. ഏതാണ്ട് മണിക്കൂറുകൾക്കകം ഈ കുട്ടിയുടെ ലൊക്കേഷൻ, ആദ്യം ലൊക്കേഷൻ മംഗലപുരം ഭാഗത്ത് കിട്ടി. അപ്പോൾ തന്നെ അവിടുത്തെ സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ, സതീഷിൻ്റെ നേതൃത്വത്തിലൊരു ടീമിനെ നമ്മൾ മംഗലാപുരത്തേക്ക് അയക്കുകയുണ്ടായി. ഈ കുട്ടിയും കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന അഭിജിത്ത് എന്ന് പറയുന്ന ഒരു യുവാവും, ഇവരുടെ ഫോൺ രണ്ടും സ്വിച്ച് ഓഫ് ആയിരുന്നു. അപൂർവം സമയങ്ങളിൽ മാത്രമാണ് ഫോൺ സ്വിച്ച് ഓൺ ചെയ്തത്. സ്വിച്ച് ഓൺ ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ സ്വിച്ച് ഓഫ് ചെയ്യായിരുന്നു. പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അവരുടെ ലൊക്കേഷൻ ഗോവയിൽ കണ്ടു. അങ്ങനെ നമ്മുടെ പോലീസ് ടീമിനെ ഗോവയിലേക്ക് അയച്ചു. പിന്നെ ഏതാണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ലൊക്കേഷൻ ധാരാവിയിലാണ് കണ്ടത്, മുംബൈ അടുത്ത്. അങ്ങനെ ധാരാവിയിലെത്തുമ്പോൾ, നമ്മുടെ പോലീസ് ടീം ധാരാവിയിലെത്തുമ്പോഴേക്കും പിന്നെ ഫോൺ സ്വിച്ചായി. പിന്നെ നമുക്ക് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പല സ്ഥലങ്ങളിലും ഈ കുട്ടി കറങ്ങി നടക്കുന്നതായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ഗംഗാപ്രസാദിനെയും മറ്റൊരു സംഘത്തെയും വീണ്ടും ഗോവയിലേക്ക് അയച്ചു. അപ്പോഴേക്കും ഈ കുട്ടി ഈ യുവാവുമായിട്ട് നിസാമുദ്ദീൻ എക്സ്പ്രസ്സിൽ ട്രാവൽ ചെയ്യുന്നതായിട്ടുള്ള കാര്യം നമുക്ക് സൈബർ ഇൻവെസ്റ്റിഗേഷനിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരള പോലീസിൻ്റെയും അതുപോലെ തന്നെ റെയിൽവേ പോലീസിൻ്റെയും ഒക്കെ സഹായത്തോടുകൂടി നമുക്ക് ഇന്നലെ പൂനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ കുട്ടിയെയും കുട്ടിയുടെ കൂടെ സഞ്ചരിച്ച യുവാവിനെയും കസ്റ്റഡിയെടുക്കാൻ സാധിച്ചു. ഇത് 12 വയസ്സ് മാത്രം പ്രായമായിട്ടുള്ള ഒരു കുട്ടി എന്നുള്ള നിലയിൽ വലിയൊരു ആങ്സൈറ്റി ആയിരുന്നു കുട്ടിയെ കിട്ടുന്നതുവരെ. ഈ കേസിലെ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തത്തിലും, കൂടാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ടും മിക്കവാറും മണിക്കൂറുകൾക്കകം ഓരോ മണിക്കൂറുകളിലും തന്നെ വിളിച്ച് ഈ കേസിൻ്റെ പുരോഗതി വിലയിരുത്തുകയും അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രദ്ധ ചെലുത്തുകയുണ്ടായി. അതോടൊപ്പം ഫിഷറീസ് മിനിസ്റ്റർ 3-4 പ്രാവശ്യം നേരിട്ട് എന്നെ ഫോണിൽ വിളിക്കുകയും ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും മറ്റ് സഹായങ്ങളൊക്കെ നൽകുകയുണ്ടായി. അങ്ങനെ മൊത്തം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഭരണ സംവിധാനത്തിൻ്റെയും എല്ലാം സഹായത്തോടു കൂടി നമുക്ക് വളരെ സേഫായിട്ട് ഈ കുട്ടിയെ ഇന്നലെ പൂനെയിൽ കണ്ടെത്താൻ സാധിച്ചു. അങ്ങനെ ഒരു വലിയ പോലീസിൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് നമുക്കിന്ന് ഈ കുട്ടിയെ ഇവിടെ ഇന്ന് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ പോലീസ് വളരെ ആക്റ്റീവായിട്ട് അതിനെ പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അവർ വളരെ കാര്യക്ഷമമായിട്ടും, അതുപോലെ തന്നെ സൈബർ സെല്ല് മൊത്തത്തിൽ 2 ടീമും നമ്മൾ അന്വേഷണത്തിനായി വ്യത്യസ്ത സംസ്ഥാനങ്ങളിലേക്ക് അയക്കുന്നതോടൊപ്പം 24 hours സൈബർ സെല്ലിൽ ഇവിടെ അവരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കിട്ടുന്ന ഇൻഫർമേഷൻസ് യഥാസമയം അവർക്ക് പാസ് ചെയ്തുകൊണ്ട് ഒരു തരത്തിലും ഒരു ഫെയിലിയർ ഇല്ലാതെ നമുക്ക് 2 ദിവസത്തിനകം തന്നെ ഈ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല. ഈ അഭിജിത്ത് എന്ന് പറയുന്ന ഒരു യുവാവാണ് കൂടെയുള്ളത്. അയാൾ കൊല്ലം ഓച്ചിറ സ്വദേശിയാണ്. കഴിഞ്ഞ 6 മാസത്തിലധികമായി ചെറായി ബീച്ചിൽ ഐസ്ക്രീം കച്ചവടവുമായി ബന്ധപ്പെട്ട് അയാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കിട്ടിയതിന് ശേഷം അയാൾ വിശദമായി ചോദ്യം ചെയ്ത് 18 വയസ്സായ കുട്ടി എന്നുള്ള നിലയ്ക്ക് കിഡ്നാപ്പിംഗ് അടക്കമുള്ള ഒഫൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. ആ വക കാര്യങ്ങളൊക്കെ കുട്ടിയെ നമ്മൾ കൂടുതലായിട്ട് ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല. വന്നതിന് ശേഷം കുട്ടിയെ വിശദമായി ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. ഗുണ്ടകൾക്കെതിരെ കഴിഞ്ഞ മാർച്ച് മാസം തൊട്ട് നമ്മൾ ഒരു ഓപ്പറേഷൻ സ്റ്റീൽ ബേഡ് എന്ന് പറയുന്ന ഒരു
ഹാർഡ് കോർ ക്രിമിനൽസിനെതിരായിട്ടുള്ള ഒരു നടപടിക്ക് രൂപം കൊടുക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 22ഓളം ഹാർഡ് കോർ ഗുണ്ടകളെ ഈ കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ആദ്യം അങ്കമാലിയിൽ വെച്ച് കോമ്പാറ വിനോദും അതുപോലെ തന്നെ സുലൈമാൻ എന്ന് പറയുന്ന 2 ഗാങ് ലീഡേഴ്സിനെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം കോതമംഗലത്ത് അർജുനായങ്കിയെയും 6 പേരെയും അറസ്റ്റ് ചെയ്തു. വലിയ ക്രിമിനൽ ഗാങ്ങിനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി വെച്ച് മരടനീഷൻ ടീമിനെ നമ്മൾ അറസ്റ്റ് ചെയ്ത് ഒരു റിമാൻഡിലാണ് നിർത്തുന്നത്. കൂടാതെ മിനിഞ്ഞാന്ന് രാത്രി അങ്കമാലിയിൽ വെച്ച് നിതിൻ അലിയാസ് നിതിനെയും ടീമിനെയും നിതിൻ അലിയാസ് തിമ്മയ്യ അവരെ 5 പേരെ അടക്കം നമ്മൾ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അത് എല്ലാം ഹാർഡ് കോർ ക്രിമിനൽസാണ്. ഈ നിതിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത സമയത്ത് 23-ാം തീയതി പാലക്കാട് ആലത്തൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ഒരു ഹൈവേ റോബറി നടത്തി അതിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് കൈയോടെ നമ്മൾ വെപ്പണടക്കം ആ ടീമിനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ഒരു 3 മാസത്തിനകം 21 പേരെ അറസ്റ്റ് ചെയ്ത് വളരെ ശക്തമായിട്ടുള്ള നടപടികൾ ജില്ലാ പോലീസ് ഈ ഇത്തരം ക്രിമിനൽ ഗാങ്ങിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്നും ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. ഈ അറസ്റ്റ് ചെയ്ത മുഴുവൻ ആളുകളുടെ പേരിലും ഗുണ്ട ആക്ട് അനുസരിച്ചും അതുപോലെ തന്നെ മുൻപ് രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള കേസുകളിലെല്ലാം ജാമ്യം ക്യാൻസൽ ചെയ്യുന്നതിനുള്ള നടപടികളും സ്വീകരിക്കുന്നതായിരിക്കും. ഏതാ കുട്ടി ഓൺ ദ വേ ആണ്. ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. മിക്കവാറും ഇന്ന് മിഡ് നൈറ്റ് എത്തും. നാളെ രാവിലെ മിക്കത്തും. അഭിജിത്ത് പോക്സോ വരും. അതിൽ ഒഫൻസ് എന്തെങ്കിലും പോക്സോ വരും. കാരണം ആ കുട്ടിയെ വശീകരിച്ച് കൊണ്ടുപോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ കിഡ്നാപ്പിങ്ങും കൂടുതൽ എന്തെങ്കിലും ഫിസിക്കൽ വയലൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ വരും. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ടുള്ള നടപടികൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തിനകം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കേസ് അന്ന് നമ്മൾ ബ്രീഫ് ചെയ്തതാണ് 18 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കേസ്. ആ കേസിൻ്റെ അന്വേഷണം വളരെ മാതൃകാപരമായിട്ടുള്ള അന്വേഷണമാണ് നടത്തിയത്. ഏതാണ്ട് 1 മാസത്തിനകം തന്നെ 11 പ്രതികളെ, കേരളത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുഴുവൻ പ്രതികളെയും നമുക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുണ്ടായി. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഇതിൻ്റെ മെയിൻ കണ്ണിയായിട്ടുള്ള ഒരു പ്രതി, അയാൾ താമരശ്ശേരി സ്വദേശിയാണ്. അയാളാണ് ഇപ്പോൾ തായ്ലൻഡിൽ നിന്ന് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾക്കെതിരായിട്ടുള്ള തെളിവുകൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അയാൾ കഴിഞ്ഞ 6 വർഷമായിട്ട് കേരളത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഒളിവിൽ താമസിക്കുകയാണ്. രാമനാട്ടുകര ഒരു ഡെക്കോയിറ്റി കേസിൽ 5 പേര് മരണപ്പെട്ട ഒരു കേസ്, 2 ക്രിമിനൽ ഗാങ് അന്ന് കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും വരുന്ന ഒരു സ്വർണം തട്ടുന്നതിന് വേണ്ടി ഒരു ക്രിമിനൽ ഗാങ്ങിനെ സംഘടിക്കുകയും അതിനെ ഫോളോ ചെയ്ത് മറ്റൊരു ക്രിമിനൽ സംഘം അതിനെ ഫോളോ ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് ഈ വാഹനം അപകടത്തിൽപ്പെടുകയും 5 പേര് മരണപ്പെടുകയും ചെയ്ത സംഭവം ഉണ്ടായിരുന്നു 2019. ആ കേസിൽ 70-ലധികം ആളുകൾ അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ് ഇപ്പോൾ ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള പ്രതി. അയാൾ കഴിഞ്ഞ 6 വർഷമായിട്ട് അയാൾ ഇന്ത്യക്ക് പുറത്ത് ഒളിവിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രതിയാണ് നമ്മളിതിൽ കണ്ടെത്തിയിട്ടുള്ളത്. താമരശ്ശേരി സ്വദേശി. നമ്മളത് കുറച്ചു മണി കഴിഞ്ഞതിന് ശേഷം അറിയിക്കാം. ഓപ്പറേഷൻ സ്റ്റീൽ ബേഡ് എന്ന് പറയുന്നത് ഹാർഡ് കോർ ക്രിമിനൽസ് ആയിട്ടുള്ള ആളുകൾ, അതായത് നിരന്തരം കുറ്റകൃത്യങ്ങൾ ചെയ്ത് ഇത് തൊഴിലായി നടക്കുന്ന ആൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ടീം, അതായത് ഇൻ്റലിജൻസ് കളക്ഷനും കേസുകളെ പ്രതികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടീം രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഫോൺ നമ്പർ, അവരുടെ പാസ്പോർട്ട് നമ്പർ, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട്സ് ഒക്കെ എല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇവർ ഏതെങ്കിലും ക്രിമിനൽ ഗാങ്സായിട്ട് എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്രൈം കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് കണ്ടെത്തി മനസ്സിലാക്കി അവർ അറസ്റ്റ് ചെയ്ത് ക്രൈംസ് പ്രിവെൻറ്റ് ചെയ്യുന്നുള്ള നടപടികളാണ് ഈ ഓപ്പറേഷൻ സ്റ്റീൽ ബേഡിലൂടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ അറസ്റ്റ് ചെയ്ത 19 പേരും യഥാർത്ഥത്തിൽ കുറ്റകൃത്യങ്ങൾ നടത്താൻ വേണ്ടി വന്ന ആളുകളായിരുന്നു. പക്ഷെ അവരെ കുറ്റകൃത്യങ്ങൾ നടത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത.
അവയവ കച്ചവട കേസ് അതിപ്പോൾ കേസ് ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. അത് ഗവൺമെൻറ് ഓർഡർ വന്നിട്ടുണ്ടെങ്കിലും ആ കേസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ളൊരു നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ അന്വേഷണം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതിപ്പോൾ നമ്മൾ അന്വേഷിച്ചിരുന്നു. കഴിഞ്ഞ ഈ 11 പ്രതികൾ അറസ്റ്റ് ചെയ്ത് അന്വേഷിച്ചാലും അതിൽ അവർക്ക് ആ കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല. അത് എല്ലാം നിയന്ത്രിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട പ്രതിയാണ്, വിദേശത്തിരുന്നുകൊണ്ടാണ്. അത് കിട്ടി അറസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചോദ്യം ചെയ്താലേ കിട്ടാൻ സാധിക്കുള്ളൂ. ഏതോ അയാൾ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സഹായവും എല്ലാ രീതികളും അയാളെ അറസ്റ്റ് ചെയ്ത് നാട്ടിലേക്ക് കൊണ്ടുവരുന്നുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുന്നതായിരിക്കും. അത് ഇപ്പം നമ്മളെ കുട്ടി ഒരു മാനസികമായിട്ടൊരു നോർമൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ കൂടുതലായി ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിനുശേഷം നമുക്ക് കണ്ടുപിടിക്കാം. പൈസയൊന്നുമില്ല അവർക്ക്, അങ്ങനെ അത്ര പൈസ സാമ്പത്തികമായിട്ടൊന്നുള്ള ആളുകളൊന്നുമല്ല. വളരെ പാവപ്പെട്ട വീട്ടിലൊരു കുട്ടിയാണ്. അത് ആ കുട്ടിയെ കൂടുതൽ ഒന്ന് നോർമലാക്കി ഒരു കൗൺസിലിംഗ് കൊടുത്തതിന് ശേഷം മാത്രമേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ കുട്ടിയുള്ള ട്രോമ ഇതിലേക്ക് പോകരുത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ളൊരു സീരിയസ് ഇൻട്രോഗേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. വന്നതിന് ശേഷം അതെല്ലാം അന്വേഷിച്ചു കൊണ്ടെത്താം. അല്ല, മിസ്സിങ് കേസുകൾ നോർമൽ എല്ലായിടത്തതുപോലെ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഇതിങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ സെൻസേഷൻ ആയെന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ മിസ്സാവുന്ന കുട്ടികളൊക്കെ നമ്മൾ കണ്ടെത്താറുണ്ട്. അങ്ങനെ കൂടുതലൊന്നും പറയാനില്ല. SIT രൂപീകരിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഗവൺമെൻറ് എന്നെ നിർദ്ദേശിച്ചുകൊണ്ട് ഒരു ഉത്തരവായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി അതൊരു സംഘം രൂപീകരിച്ചുകൊണ്ട് അതിൽ മറ്റുള്ള മെമ്പേഴ്സിനെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു SIT രൂപീകരിക്കണം. അതിനുശേഷം അതിൻ്റെ കേസുകൾ ഏതൊക്കെ കേസുകളാണ് ആ ഓർഡറിൽ പറഞ്ഞിട്ടുള്ള വെച്ചാൽ ആ കേസുകളെല്ലാം തുറന്നുള്ള അന്വേഷണം നടന്നതായിരിക്കും. അല്ല, SIT അത് അതിൻ്റെ സമഗ്രമായിട്ടുള്ള അന്വേഷണം ഉണ്ടായിരിക്കും. അതിലെല്ലാ ആസ്പെക്ട്സും അന്വേഷിക്കും. മീഡിയ ഏത് ആംഗിളിലാണ് അന്വേഷിച്ചതെന്നുള്ളത് അറിയില്ല. പക്ഷെ പോലീസിൻ്റെതായിട്ടുള്ള രീതിയിൽ പോലീസ് അന്വേഷണം നടന്നതായിരിക്കും. അതെ, നമ്മളാണല്ലോ പിടിച്ചത്. നജീബിനൊക്കെ നമ്മളാണ്. reports, any reports asked ED? That organ transplantation? Hybrid one? Organ transplantation? Yeah. ഫോഴ്സ് കുറവുണ്ട്. പക്ഷെ അത് നമ്മൾ കാര്യമായി ബാധിക്കാത്ത രീതിയിൽ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ കുറേ ട്രെയിനിങ് കഴിഞ്ഞ ആളുകളിപ്പോൾ ഒരു മാസത്തിനകം വരാൻ പോകുന്നു. 1000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ ട്രെയിനിങ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ ആളെ കിട്ടും. നമുക്ക് ചെറിയ ഷോർട്ട് പീരീഡിൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ മാനേജ് ചെയ്യുന്നത്. ഹൈവേ റോബറി നമുക്കിവിടെ ഇതുവരെ ഇപ്പോൾ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ പാലക്കാട്, തൃശ്ശൂരൊക്കെ ചില സംഭവങ്ങളുണ്ടായി. അത് ഈ സ്വർണം പൊട്ടിക്കലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളാണ് പലതും. അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയും പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നൈറ്റ് പെട്രോൾ സംവിധാനങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കാര്യക്ഷമമാക്കിയിട്ടുണ്ട്. അത്തരം പ്രതികളെക്കുറിച്ച് നമുക്ക് അറിയാം ഏതാണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ഓപ്പറേഷൻ സ്റ്റീൽ ബേഡൊക്കെ അതിനുവേണ്ടിയാണ്. അത്തരം കാര്യങ്ങൾ ഹാർഡ് കോർ ആയിട്ടുള്ള ക്രിമിനൽസ് അവരുടെ ആക്ടിവിറ്റീസൊക്കെ വളരെ അഡ്വാൻസ് ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ നേരത്തെ അറസ്റ്റ് ചെയ്ത പ്രതികൾ തന്നെ ഇതിനകം അത്തരം ക്രൈംസ് കമ്മിറ്റ് ചെയ്യേണ്ടതായിരുന്നു. ഏതാ SI ട്രെയിനിങ്ങോ? അല്ല, SI നമ്മൾ ട്രെയിനിങ് കൊടുത്തു. ഒരാഴ്ച നമുക്ക് വളരെ വളരെ അവർക്ക് ഒരു പോലീസ് സ്റ്റേഷൻ ഏറ്റവും നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ടോ ആ കാര്യങ്ങളിലൊക്കെ നമ്മളിപ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുള്ളതാണ്. മാത്രമല്ല അവർ ഡയറക്റ്റായിട്ട് സാധാരണ മട്ടിൽ പണ്ടൊക്കെ ആണെങ്കിൽ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന ഡയറക്ടർ സബ് ഇൻസ്പെക്ടേഴ്സ് നേരെ പോലീസ് സ്റ്റേഷനിൽ വരുന്നൊരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ അതിന് പകരം ഇവർ പോയി 3-4 കൊല്ലം 5-6 കൊല്ലമൊക്കെ പോലീസ് സ്റ്റേഷനിൽ പ്രവർത്തിച്ചതിന് ശേഷമാണ് വീണ്ടും മെസ്സേജ് ചാർജ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ അവർക്ക് അത് മാനേജ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്.
അല്ല, ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷനും ബിനാനിപുരം പോലീസ് സ്റ്റേഷനാണ്. അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആലുവ പോലീസ് സ്റ്റേഷനിൽ സ്വന്തമായിട്ട് ബിൽഡിംഗ് ഇല്ല, വാടക കെട്ടിടത്തിലാണ്, സൗകര്യമില്ല അവിടെ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു സർക്കിൾ ഓഫീസ് പണിയാനുള്ള സാഹചര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ബിനാരിപുരം സർക്കിളാക്കിയിട്ട്, ബിനാരിപുരത്താണെങ്കിൽ നമുക്കൊരു 1 ഏക്കർ സ്ഥലമുണ്ട്. അത് പണ്ടും അങ്ങനെ ആയിരുന്നല്ലോ. പല സ്റ്റേഷൻസും 10-20 കിലോമീറ്റർ സഞ്ചരിച്ചാണ് CMമാരെ കണ്ടത്. പക്ഷേ DYSP ഇവിടെ ഉണ്ട്. അത് ഈ ടോപ്പോഗ്രാഫിയും പിന്നെ നമുക്ക് ബിൽഡിംഗ് പണിയാനുള്ള സൗകര്യങ്ങളും മറ്റെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ആലുവയിലെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടല്ലോ, ഓൾറെഡി ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ട്, ഒരു DYSP ഉണ്ട്. എടത്തല എന്ന് പറയുന്നത് ആലുവ ഈസ്റ്റിന്റെ കീഴിൽ വരുന്നതാണ്. അല്ലല്ല, എടത്തല സ്റ്റേഷന്റെ ചാർജ് ആലുവ ഈസ്റ്റിനാണ്. ബിനാനിപുരം ആലുവ വെസ്റ്റുമാണ്. ചേഞ്ചായി. അത് നമ്മൾ പ്രപ്പോസൽ കൊടുത്തിരുന്നു, അത് മാറ്റി കൊടുത്തിരുന്നു. ആലുവ മണപ്പുറം കേന്ദ്രീകരിച്ച് 1-2 കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി നൈറ്റ് പട്രോൾ സംവിധാനം ഊർജ്ജപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡേ ടൈമിലും കൺട്രോൾ റൂം വെഹിക്കിളും അങ്ങനെ പോലീസ് പ്രസൻസ് കൂട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ കാര്യമായിട്ടുള്ള സീരിയസ് ക്രൈംസ് ഒന്നും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 1-2 മൈനർ ഇൻസിഡൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ആലുവ ടൗണിലും പരിസരത്തും രാത്രി സമയങ്ങളിൽ പ്രത്യേകിച്ച് ക്രമസമാധാനം പാലിക്കുന്നതിന് വേണ്ടി വളരെ സത്വരമായിട്ടുള്ള നടപടികളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ജനകീയമായിട്ടുള്ള ജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നൈറ്റ് പട്രോൾ എല്ലാ ദിവസവും കഴിഞ്ഞ 1 മാസം മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അത് ഇന്നും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 2-3 ആളുകളും അതുപോലെ തന്നെ പോലീസ് സംവിധാനങ്ങളും രാത്രി ഫുഡ് പട്രോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം അങ്ങനെ കാര്യമായിട്ടുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ നമ്മൾ നടപടി എടുക്കാൻ തരും. ഫ്ലാറ്റിൽ കേന്ദ്രീകരിച്ച് പ്രതി അന്ന് ഫ്ലാറ്റിൽ അത് കീപ്പ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഫ്ലാറ്റുകൾ ജനറലി നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഫ്ലാറ്റിൽ നിന്ന് പിടിക്കുന്നത്. പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് സാധാരണ കിട്ടാറുണ്ട്. അപ്പോൾ അത് നമ്മളതിൽ ഒരു കേസിൽ ഫ്ലാറ്റ് ഓണറെ പ്രതിയാക്കുകയും ചെയ്തു. അപ്പോൾ സ്ഥിരമായിട്ട് ഇതുപോലെ ഫ്ലാറ്റുകളും അല്ലെങ്കിൽ ലോഡ്ജുകളും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു കേസിലൊക്കെ ഉൾപ്പെട്ടിട്ട് പിന്നെയും ആ സ്ഥലം അതിനുവേണ്ടി തന്നെ കൊടുക്കുകയാണെങ്കിൽ അത്തരം ഫ്ലാറ്റ് ഓണേഴ്സിൻ്റെയോ അല്ലെങ്കിൽ വീടുകളുടെയൊക്കെ ഓണർമാരും കൂടെ ക്രിമിനൽ ലയബിലിറ്റി അവരുടെ പേരിൽ ഫിക്സ് ചെയ്യുന്നതായിരിക്കും. ജിമ്മുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ലഹരി വ്യാപനം നമുക്കിതുവരെ ഇവിടുന്ന് അധികം റിപ്പോർട്ടിലൊന്നും വന്നിട്ടില്ല. പക്ഷേ എങ്കിലും ഈ ജിമ്മിന് പോകുന്ന ആളുകൾ ഇത്തരം ചില കെമിക്കൽസൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് പറയുന്നത് കേൾക്കുന്നുണ്ട്. അതിനുള്ള പരിശോധന നടത്തി അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ നടപടി സ്വീകരിക്കുന്നതായിരിക്കും. നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ കേസിൽ നമ്മൾ ഉൾപ്പെടുത്തി, കേസിലെ പ്രതിയായി. അയാൾക്കെതിരായിട്ടുള്ള എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തു. അയാൾ കേസിലെ പ്രതിയായി, അയാളുടെ വീട് റെയ്ഡ് ചെയ്തു, എല്ലാം ചെയ്തു. അതിനുശേഷം ബാക്കി ആളെ ഇനി കേസിലേക്ക് അറസ്റ്റ് ചെയ്യുന്നതിനുകൊണ്ട് നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. അതിന് കുറേ എക്സ്ട്രഡീഷൻ, കുറേ പ്രോസസ്സ് ഉണ്ട്. അതെ, അയാൾ അന്ന് 6 വർഷമായിട്ട് കേരളത്തിൽ നിന്ന് ഒളിവിൽ താമസിക്കുകയാണ്. കേരളത്തിൽ മുങ്ങിപ്പോയിരിക്കുകയാണ്. അന്ന് അയാളുണ്ടായിരുന്നു ആ കേസിൽ നിയന്ത്രിച്ചത് അയാളും കൂടിയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.